രാവിലെ ഉറക്കം എഴുന്നേറ്റുണ്ടെങ്കിൽ കുളിക്കാൻ കയറുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് കൊടുക്കാനായിട്ടൊരു ചായ ഇട്ടു. അതിനുശേഷം കുക്കറിൽ അരി വെക്കാനായിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് മാറ്റുകയാണ്. ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഡയാലിസിസ് ഡേ ആയ കാരണം 6 മണിയൊക്കെ ആകുമ്പോൾ വിഷ്ണു അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. ഇന്നൊരു സാറ്റർഡേ ആയ കാരണം കല്യാണിക്ക് സ്കൂളിൽ പോകണ്ട. സോ അവളെ റെഡിയാക്കി അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. അന്ന് നോക്കിയപ്പോൾ കിച്ചണിൽ ഒരു ബൾബ് കത്തുന്നില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ ഇലക്ട്രീഷ്യൻ ഞാൻ തന്നെ. അങ്ങനെ ബൾബൊക്കെ മാറ്റിയിട്ടതിന് ശേഷം ഇന്നലെ ദോശയ്ക്കുള്ള മാവ് മേടിച്ച് വെക്കുകയാണ് ചെയ്തത്. അരച്ചു വെക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ മാവൊക്കെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തു. ഇനി കായും ബിരിയാണിക്കും വൻപയറും വെച്ചിട്ടൊരു എരിശ്ശേരിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്ന ഏകദേശം പച്ചക്കറികളൊക്കെ കഴിയാറായിട്ടുണ്ട്. ഞാൻ സാധാരണ എല്ലാ പച്ചക്കറിയും തീർന്നതിന് ശേഷം മാത്രമേ മേടിക്കുള്ളൂ. മുന്നേ കുറച്ചിരിക്കുമ്പോൾ വീണ്ടും മേടിച്ചു കൂട്ടുമായിരുന്നു. ഇപ്പം ആ പരിപാടിയില്ല. കംപ്ലീറ്റ് തീർന്നതിന് ശേഷമേ പുതിയത് വാങ്ങാറുള്ളൂ. പണ്ടൊന്നും ഞാൻ ഒട്ടും കഴിക്കാത്തൊരു കറിയായിരുന്നു കേട്ടോ ഈ എരിശ്ശേരി. എനിക്ക് പയറിട്ടിട്ടുള്ള കറികളൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ ചെറുപയറിനെക്കാട്ടിലും ടേസ്റ്റ് വൻപയറാണെന്ന് എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ എരിശ്ശേരി വൻപയർ വെച്ച് തന്നെ ആകാമെന്ന് കരുതി. വൻപയറായാലും ചെറുപയറായാലും ഇപ്പോൾ ഇതൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും മാറ്റി വെക്കലില്ല, എല്ലാം അങ്ങ് പൊക്കോളും. അങ്ങനെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ അത് അടുപ്പിലോട്ട് അങ്ങ് വെച്ചു. അപ്പോഴേക്കും ആദ്യം വെച്ച കുക്കറിലെ അരി ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. കൈ ഒന്ന് പൊള്ളി. ഇനിയിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് അതിൽ അരി എങ്ങനെയാണ് വേവൊക്കെ നോക്കിയതിന് ശേഷം അത് വേറൊരു കലത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനത് അങ്ങ് അടച്ചിടും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി വീണ്ടും ആയുധം വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കൽ. ഈ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളമുള്ളെങ്കിലും അത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെയാണല്ലേ. അങ്ങനെ പെട്ടെന്ന് തേങ്ങയൊക്കെ തിരികെ എടുത്തപ്പോഴേക്കും നമ്മുടെ 2 ഭരണികൾ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പും പുളിയും. അങ്ങനെ ഉപ്പൊക്കെ എടുത്ത് ഫില്ല് ചെയ്തൊരു മൂലയ്ക്കോട്ട് മാറ്റി വെച്ചു. ഈ കാണുന്ന മൺകലത്തിൽ അമ്മ കുത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളിയാണ് കേട്ടോ. ഇങ്ങനെ ആക്കി വെടിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതും ഫില്ല് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ദോശയ്ക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തിയുടെ കൂട്ട് ഇവിടെ സെറ്റാവും. പിന്നെ നമുക്കറിയാലോ കടുക് വറുത്തതിന് ശേഷം ഈ ഒരു മിക്സ് അതിലോട്ടിട്ട് എടുക്കുമ്പോഴേക്കും ചമ്മന്തി റെഡി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അപ്പോഴേക്കും കല്യാണിക്കുട്ടിക്ക് എടുക്കാനായിട്ട് ദോശയൊക്കെ തയ്യാറാക്കി. അവൾക്ക് ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ട് ചുടുന്ന ദോശയാണ് ഇഷ്ടം. അങ്ങനെ കുറേ നെയ്യ് അവിടെ ഇവിടെയൊക്കെ വാരി ഒഴിച്ച് ഒരു ദോശയൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ പിന്നെ ചമ്മന്തിയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ അവൾക്കുള്ള ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി അടുത്തുകൊണ്ട് വെച്ചു കൊടുത്താൽ ടി വിയും കണ്ടുകൊണ്ട് അവൾ ഇരുന്നതങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന ആ വെജിറ്റബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടൂടെ തയ്യാറാക്കി വെക്കുമ്പോഴേക്കും എരിശ്ശേരി അവിടെ റെഡി. ബാക്കി കറികൾ കൂടി തട്ടിക്കൂട്ടി എടുത്തതിന് ശേഷം കല്യാണിയെ കുളിപ്പിച്ച് ഞാനും റെഡിയായി എൻ്റെ ലഞ്ച് പാക്ക് ചെയ്ത് കല്യാണി ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിലോട്ട് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.